ഹായ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം സ്നോഫോളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബിസി ആയിരുന്നു, കണ്ടിന്യൂസ് വർക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നൊരു സൺഡേ ഫ്രീ കിട്ടി. അപ്പോൾ നേരത്തെ ഈസ്റ്റാമിൽ പോയിട്ടുള്ളതാണ്, പിന്നെ ഇപ്പം ഒരു 2-3 മാസം മുന്നേ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇന്നവിടെ പോയി ഫുഡ് അടിക്കാനാണ് ഞങ്ങളുടെ മെയിൻ പ്ലാൻ. പിന്നെ അവിടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് ഓർത്തു. ഓക്കെ, നമ്മൾ ഈസ്റ്റാമിൽ വന്ന് ദേ ചായക്കട തപ്പി അലയുകയാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല. ഗൂഗിൾ അമ്മച്ചി ആദ്യം ചതിച്ചു, അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ റോഡുകൾ ചതിച്ചു. നമ്മൾ വന്ന വഴി തന്നെ വീണ്ടും 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 കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ ലാസ്റ്റ് നമ്മൾ എത്തിയിരിക്കുകയാണ്. കപ്പയും കുമരകം ഷാപ്പ് കറിയുണ്ട്, 12.99. കാന്താരി അൽഫാം. നമ്മൾ ഓരോന്നോരോന്ന് ഫുഡ്, ഇവിടെ ഒരുപാട് ഫുഡുണ്ട്. നാട്ടിലെ ഫുഡല്ലേ അമ്മോ? കുമരകത്തെ മീൻകറി. അതെ, നോൺ വെജ് എല്ലാം ഉണ്ട് കേട്ടോ. പഴംപൊരി ബീഫുണ്ട്. നാട്ടില് എത്ര? 200 രൂപയോ 80 രൂപയോ 90 രൂപയല്ലേ? 650 രൂപ. കുഴപ്പമില്ല, നല്ലതാ. അതെ, ഇത് ഫ്ലൈറ്റ് പിടിച്ചു വരുന്ന സാധനമാണ്. ഹേ, നമ്മള് ഒരു ചട്ടിച്ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ചട്ടിച്ചോറ്, കുമരകം ഫിഷ് കറിയും കപ്പയും, പിന്നെ ബീഫ് കിഴി പൊറോട്ടയും. അത് 3 ഇപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത്. അതെ അതെ, ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ഇവിടെ പഴംപരിയും ബീഫും ഒക്കെ ഉണ്ട്. ഒരു പിടിക്കും മോനെ, സെറ്റാണ് കേട്ടാ, സെറ്റ്. അങ്ങനെ നമ്മുടെ ചട്ടിച്ചോറ് വന്നിട്ടുണ്ട്. ചട്ടിച്ചോറിനകത്ത് ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, മീനുണ്ട്, ഫിഷ് ഉണ്ട്. അതെ, കിഴിപ്പൊറോട്ട വന്നിരിക്കുന്നു. കിഴിപ്പൊറോട്ട വെച്ചു. പിന്നെ കപ്പയും മീൻകറിയും വന്നിട്ടുണ്ട്. എല്ലാം വന്നു. ഇതാ നമ്മുടെ ചട്ടിച്ചോറ്, കപ്പ, മീൻകറി, കിഴിപ്പൊറോട്ട എല്ലാം വന്നിട്ടുണ്ട്. ഓ, കിഴിപ്പൊറോട്ട അടിപൊളി, കൊള്ളാലടാ. ഇങ്ങനെ എടുത്തത്, ഇങ്ങനെ ബീഫിലെടുത്തിട്ട് അടുത്ത് നമ്മൾ കപ്പ കഴിക്കാൻ പോവാണ്. കപ്പയും എന്നാ മീൻകറി ആയിരുന്നാ? കുമരകം മീൻകറിയും കപ്പയും. കപ്പ തണുത്താണല്ലോ, കപ്പ ചെറിയ തണുത്ത കപ്പയാണ്. പക്ഷേ മീൻകറിക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇങ്ങനെ കപ്പ ഇങ്ങനെ എടുത്ത് അതിങ്ങനെ കുറച്ച് മീൻ ചാറിനകത്തിട്ട് മുക്കി ഇങ്ങനെ എടുത്ത് മീൻകറി കൊള്ളാം. ജിൻസിന് ഇഷ്ടപ്പെടാ? അടിപൊളി അടിപൊളി. അതെ, പൊറോട്ടക്കാളും നല്ലത് കപ്പയും മീൻകറിയാണ്. നമ്മുടെ ഈസ്റ്റാമിലുള്ള ദേ ചായക്കടയിലെ ദേ ചായക്കടയിൽ വരുന്നവർ മസ്റ്റ് ട്രൈ ഐറ്റം ദേ ഇതാണ്, കപ്പയും മീൻകറി. ഓ, എനിക്ക് കിഴിപ്പൊറോട്ട ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ലായിരുന്നു. ആ ബീഫ് അടിപൊളിയായിരുന്നു, തേങ്ങാക്കൊത്തിട്ട ബീഫ്. ഓ, നമ്മള് നിമിഷങ്ങൾക്കകം എല്ലാം കാര്യമാക്കിയിരിക്കുകയാണ്. ഇനി ചട്ടിച്ചോറുണ്ട്, പക്ഷെ അത് തീർക്കുന്നതിന് മുന്നേ അടുത്ത സാധനം ഓർഡർ ചെയ്തില്ലെങ്കിൽ അടുത്ത് വരാനായിട്ട് സമയമെടുക്കും. ജിൻസ് ഏതാണ് ഓർഡർ ചെയ്യുന്നത്? എന്നാ വേണ്ട നോക്കിക്കാമോ? നമ്മളങ്ങനെ ഒരു ചട്ടിച്ചോറും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ വന്നിട്ടെന്നാൽ പിന്നെ ഇത് കഴിക്കാമെന്ന് വെച്ചു. ജിൻസേ, നല്ല സമയം എടുക്കുന്നുണ്ട് സാധനം കിട്ടാനായിട്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ 3/4 മണിക്കൂർ മുകളിലായി, വരുന്നേ ഉള്ളൂ. ഗൈസ്, ജിൻസ് കലിപ്പിലായിരിക്കുകയാണ്. ഒരു ചട്ടിച്ചോറ് ചോദിച്ചിട്ട് 1/2 മണിക്കൂറായതുകൊണ്ട് ജിൻസ് പേടിക്കാണ്. ഗൈസ്, ജീൻസ് പിണങ്ങി ഗൈസ്.
അരമണിക്കൂറായിട്ട് ഫുഡ് തരത്തില്ലെന്ന് പറഞ്ഞ് ഫുഡ് ഓർഡർ ചെയ്തിട്ട് അരമണിക്കൂറായിട്ട് കിട്ടിയില്ല. ജിൻസ് അവസാനം വിഷമം പിണങ്ങി. അതെ ഗൈസ്, നമ്മുടെ അടുത്ത ചട്ടിച്ചോറ് ബോസ് ഇത് എടുത്ത് താങ്ക് യു. വേണ്ട വേണ്ട. ഇതെന്താ ഇത് 2 കറി? രണ്ടും രണ്ടാണോ? ഇത് മതി ഗൈസ്. ഇത് രണ്ടിലും 2 കറിയാണ് വന്നേക്കുന്നത്. അതിനകത്ത് ഇതില്ല. അവർക്ക് വേറെ, നമുക്ക് ഇതുവാ. ഇതേ ബീഫ് ഫ്രൈ. ചിക്കൻ ഇല്ല. ചിക്കൻ ഉണ്ട്. ചട്ടിച്ചോറ് ഓർഡർ ചെയ്യപ്പം 2ലും 2 കറിയാണ്. ജിൻസ് അതെ, ഇതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഇതിനകത്ത് 2 2 ഫുഡാണ്, അല്ല 2 കറികളാണ്. അപ്പൊ ഏതൊക്കെയാണ് വ്യത്യാസം വന്നത്? ചിക്കൻ കറി അതിനകത്തില്ല. ഇതിനകത്ത് ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്. അതിൽ ചിക്കൻ ഫ്രൈ ഇല്ല. അത് ബീട്രൂട്ട് ഉണ്ട്, അതിനകത്ത് ബീട്രൂട്ട് ഇല്ല. അതിനകത്ത് വേറെ സാധനമുണ്ട്, ഇതിനകത്ത് അതില്ല. അതിപ്പോ നമ്മൾ പറയാൻ പോണ. ഗൈസ് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. നമുക്ക് ഇപ്രാവശ്യം ചിക്കൻ ഫ്രൈ എല്ലാം, ചിക്കൻ കറി എല്ലാം ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇപ്രാവശ്യം എല്ലാം ഓക്കെ. വേണ്ട വേണ്ട, ഇല്ലില്ല, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചുകൊണ്ട് തന്നിരിക്കുന്നു. നമുക്ക് കഴിക്കാം. ഗൈസ് ഭയങ്കര ഹെവി ആയിപ്പോയി, പകുതി ഇറങ്ങുന്നില്ല. പക്ഷെ ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. ഈ ബീഫൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ ഫ്രൈ നല്ലതായിരുന്നു അല്ലടാ? ചിക്കൻ ഫ്രൈ നല്ലതായിരുന്നു. ബീഫ് ഫ്രൈ നല്ലതാണ്. പിന്നെ മീനുണ്ടായിരുന്നു, മീൻ കറി നല്ലതായിരുന്നു. അവരുടെ എല്ലാവരും ഈസ്റ്റാൻ വഴി പോകുമ്പോൾ ഇവിടെ വണ്ടി ചവിട്ടി കയറുക, കഴിക്കുക. സമയം ഉണ്ടെങ്കിൽ മാത്രമേ കയറാവുള്ളൂ. ഞങ്ങൾ കയറി 3 മണിക്ക്, ഇപ്പോൾ സമയം 4:30 കഴിഞ്ഞു. പക്ഷെ ഫുഡ് നല്ലതാണ്, ടേസ്റ്റ് ഉണ്ട്, എല്ലാം നല്ലതാണ്. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചാൽ അയ്യോ പയ്യേ. നിങ്ങൾ വായത്തിന് എങ്ങനെ അറിയാം? കഴിക്കണം കഴിക്കണം. ഇനി വേണ്ട, ഇനി ചോദിച്ചു. ഞാൻ നിർത്തിയിരിക്കുന്നു ഗൈസ്. ഇത് ഹെവി ആയിപ്പോയി. മരി എങ്ങാണ്ട് അടിപൊളി സൂപ്പർ സാധനമാണ്. ഹെവി ആയിപ്പോയി. അമ്മൂന് എത്ര ഹെവി ആണെങ്കിലും കുഴപ്പമില്ല, തീർത്തിട്ട് നിന്ന് പോകുന്നതാണ്. അതെ, ഒരു പൊരിച്ചമീൻ കിട്ടിയില്ലെന്നും പറഞ്ഞ് ജിൻസ് ഭയങ്കര അലമ്പായിരുന്നു കിടന്നത്. അണ്ണന്മാര് സാധനം കൊണ്ടുപോയിട്ട് പുതിയ സാധനം കൊണ്ടുപോയി അതിനകത്ത് ഒരു പൊരിച്ചമീൻ എക്സ്ട്രാ കൊണ്ട് കൊടുത്തു. അവരുടെ പ്രാക്കാണ് ഗൈസ്. ജിൻസിന് കഴിക്കാൻ പറ്റുന്നില്ല ഗൈസ്. എല്ലാവരും ഫുഡ് കഴിച്ച് തളർന്നിരിക്കുകയാണ്. ജിൻസ് കണ്ടാ വയ്യ, കഴിച്ചത് കൂടുതലായിപ്പോയി, ഹെവി ആയിപ്പോയി. അമ്മൊന്നും ഇവിടെ എഴുന്നേക്കൊന്നും തോന്നുന്നില്ല ഇപ്പം. അതെ, മരിയ ജിൻസ് തളർന്നപ്പോൾ മരിയ കൃത്യമായിട്ട് എടുത്തിരിക്കുകയാണ്. തീർത്തിട്ടുള്ള വേറെ പരിപാടി. എന്താ അമ്മുവിന്റെ പ്ലേറ്റ് കണ്ടില്ലേ, ക്ലീൻ ആയി. അതെ, ഇവർക്ക് ഇനി ഇത് കഴുകണ്ട. ഓ മരിയ സ്ലോ ആണ്. മരിയ എന്നെ കൊണ്ട് വയ്യ. അങ്ങനെ നമ്മള് എല്ലാം കഴിച്ചു, കപ്പയും എല്ലാം കഴിച്ചു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു അല്ലടാ? സൂപ്പർ ഫുഡായിരുന്നു ഇന്നത്. നമ്മളിവിടുന്ന് കറങ്ങാൻ പോകണം എങ്ങോട്ടേലും ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ട്രെയിൻ നോക്കി നിൽക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ. ഈസ്റ്റ് ഹാം റെയിൽവേ സ്റ്റേഷനിൽ. തണുപ്പ് എങ്ങനെയുണ്ട് അമ്മു? നല്ല തണുപ്പാണ്. മരിയൊക്കെ ഫുഡ് അടിച്ച് കിറങ്ങിയിരിക്കുകയാണ്. മരിയ ചട്ടിച്ചോറ് തീർത്തപ്പോഴത്തേക്കിന് വയ്യാണ്ടായി. അമ്മ ഭയങ്കരമായിട്ട് വിശന്നിട്ടായിരുന്നു തോന്നുന്നു. ചട്ടിച്ചോറ് നല്ല പോലെ കഴിക്കുന്നുണ്ടായിരുന്നു, നല്ല പോളിംഗ് ഉണ്ടായിരുന്നു. ഇപ്പം ജിൻസിന് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? ജിൻസിന് അധികം കഴിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്ത ഫുഡ് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ചെയ്തപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വന്നു. അപ്പോഴത്തേക്കിന് നമ്മുടെയൊക്കെ വയറ് ഫില്ലായ പോലെ ആയിരുന്നു. പിന്നെ കഴിക്കാൻ പാടായിരുന്നു. എനിക്കും അധികം കഴിക്കാൻ പറ്റിയില്ല. വിംബിൾഡണിലോട്ടുള്ള ട്രെയിൻ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പം
വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം, പക്ഷെ നടന്നില്ല. 4 മണിയാകുമ്പോഴേ ഇപ്പൊ ഇരുട്ടു. ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേന് ഫുള്ളി ഇരുട്ടായി. കടയെല്ലാം ക്ലോസ് ചെയ്തു. അതുകൊണ്ട് എങ്ങും പോകാൻ പറ്റിയില്ല. പിന്നെ ഇനിയും ഫുഡ് കഴിച്ച് മടുത്ത്. നല്ല ഫുഡായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. ആരേലും കേരള ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നേരെ ഈസ്റ്റ് ജാമിലെ ദേ ചായക്കടയിലോട്ട് കിട്ടും. അടിപൊളി. പ്രൊമോഷനല്ല, 5 പൈസ തന്നിട്ടില്ല. അതെ, അടിപൊളി ഫുഡാണ്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.